വായിക്കാം. സങ്കീർത്തനം 21 അധ്യായം അതിന്റെ 6 വാക്യം. Psalms 21:6. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. Praise the Lord. Hallelujah. Surely you have granted him unending blessings and made him glad with the joy of your presence. Unending blessings. Abundance in blessings. അനുഗ്രഹത്തിന്റെ അനുഗ്രഹമല്ല, അവിടെ വായിച്ചെന്താണ്? അനുഗ്രഹത്തിന് ഒരു സമൃദ്ധിയുണ്ട്. There is blessings, there is abundance in blessings. എങ്ങനെ നമുക്ക്, how we can understand? We are working here, we are getting a salary. That salary is totally utilized for our requirement. We can say you are blessed. നമുക്ക് ലഭിക്കുന്ന ശമ്പളം മുഴുവൻ നമ്മുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. But you can save some amount from the salary you are receiving. Even after requirements, we can say there is an abundance. There is a samruddhi on stock. So God is telling, my child, not only be blessed, he will receive unending blessings. അവൻ അനുഗ്രഹം മാത്രമല്ല, അനുഗ്രഹത്തിന്റെ സമൃദ്ധി അവനുണ്ടാകും. Abundance in blessings. അനുഗ്രഹത്തിനൊരു സമൃദ്ധി. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സോ ആർക്കാണ് ദൈവം അനുഗ്രഹ സമൃദ്ധി കൊടുത്തത്? To whom God has given. അതിന്റെ 21:1 എന്ന് വായിക്കുമ്പോൾ കാണാൻ പറ്റും. യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. Praise the Lord. The king rejoices in your strength, Lord. How great is his joy in the victories you give. So Lord gave the unending abundant blessings to whom? To the king. രാജാവിനെന്ന് കൊടുത്തു, അനുഗ്രഹ സമൃദ്ധി കൊടുത്തു. God has given abundance blessings to whom? To king. So the question will come in your mind. You are giving the abundance and blessings to king, then why are you preaching to me about the abundance and blessings? നീ രാജാവിന് കൊടുത്ത സമൃദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ട് ആ സമൃദ്ധിയെ കുറിച്ച് എന്തിന് ഇന്ന് പകൽ എന്നോട് സംസാരിക്കും? We are not happy to listen that God is giving the abundance blessings to the only two kings. രാജാക്കന്മാർക്ക് മാത്രമാണ് ദൈവം അനുഗ്രഹ സമൃദ്ധി കൊടുക്കുന്നത് കേട്ടത് കൊണ്ടാണ് നമ്മുടെ മുഖത്തൊരു സന്തോഷം ഇന്ന് ഉണ്ടാകാത്തത്. Why Lord is telling I am giving the abundance and blessings to the kings? അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങും. Hallelujah. We should understand why God is telling I am giving the abundance of blessings to kings. We shall study that, then you will realize who am I? ഞാൻ ആരാണെന്ന് മനസ്സിലാകും. ആരാണ് ഞാൻ? Why today God is preaching you about the abundance and blessings? അനുഗ്രഹ സമൃദ്ധിയെ കുറിച്ച് ഇന്ന് പകൽ എന്തുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നു? രാജാക്കന്മാരുടെ സമൃദ്ധി എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നു ചോദിച്ചാൽ, 1 Peter chapter 2:9 പറയുന്നു, 1 Petrus 2:9 പറയുന്നു, you are chosen as a royal priest. 1 Peter chapter 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം. തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ വർഗം. But you are a chosen people, a royal priesthood, royal family. ആര്? Who is king? I belongs to the royal family. ഞാൻ രാജകുടുംബത്തിൽപ്പെട്ടവനാണ്. I belongs to the king's family. You have been chosen as a royal family. നിന്നെ രാജാവ് കുടുംബത്തിൽ കണ്ടുകൊണ്ട് ദൈവം പറയാ, ഞാൻ നിന്നെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് നയിക്കാൻ പോവുകയാണ്. I belongs to royal family. എന്നിട്ട് വിശ്വാസമില്ല. Still we are not having that belief. Yes, really I belong to royal family.
Why God is considering me, I belong to the royal family? Because I have chosen for that. എന്നെ ദൈവം തിരഞ്ഞെടുത്തതും രാജകീയ പദവിയിലാണ്. സ്തോത്രം. അവിടെ തീർന്നില്ല. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സസ് 8 എന്ന് വായിച്ചേ. യാക്കോബ് ലേഖനം 2:8 If you really keep the royal law found in scripture, you are keeping ഏതിലാണ്? You are keeping royal law. ഞാൻ അനുസരിക്കുന്നത് കേവലം ദൈവത്തിന്റെ സ്തോത്രം ഒരു പേപ്പർ കഷ്ണത്തിന് വിലയുള്ള പേപ്പറിന്റെ പുസ്തകത്തിലല്ല ഞാൻ അനുസരിക്കുന്നതും സൂക്ഷിക്കുന്നതും രാജകീയ നിയമങ്ങളാണ്. സ്തോത്രം. I'm holding the royal law. I'm holding the royal law. ഞാൻ അനുസരിക്കുന്നതും സൂക്ഷിക്കുന്നതും രാജകീയ ന്യായപ്രമാണമാണ്. Praise the Lord. Who is the king? You are the king. ആരാണ് രാജാവ്? ആരാണ് രാജകുടുംബം? ഞാനാണത്. ദൈവത്തിന്റെ സ്തോത്രം. I have chosen as a royal family and I am holding the royal law. Praise the Lord. And Proverbs 26:1 എന്ന് വായിക്കുമ്പോൾ 21:1 സദൃശവാക്യങ്ങൾ 21:1 രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളവരിലേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. രാജാവിന്റെ ഹൃദയത്തെ ദൈവ ഇഷ്ടപ്രകാരം നടത്തുന്ന, ദൈവ ഇഷ്ടപ്രകാരം നടക്കുന്ന ഒരു ദൈവത്തിലുണ്ടെങ്കിൽ അവനാ രാജാവ്. ദൈവത്തിൽ He is the king because he lives according to the will of God. He is a member of the royal family. He is holding the royal law and he has been living according to the will of God. Praise the Lord. Stotram. Why God is calling me precious? എന്തുകൊണ്ട് ദൈവം നിന്നെ വിലയിരുന്ന് പറയുന്നറിയാമോ? എന്തുകൊണ്ട് നീ മാന്യെന്ന് പറഞ്ഞറിയാമോ? നീ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലല്ല. നീ ജനിച്ച് വീണ്ടും ജനനം പ്രാപിച്ചത് ഒരു രാജകീയ കുടുംബത്തിലാണ്. സ്തോത്രം. The Muslim is born in a royal family. Praise the Lord. Hallelujah. സ്തോത്രം. ഇവിടെ പറയുന്നു, otherwise in English. In the Lord's hand, the king's heart is a stream of water that he channels toward all who please him. Praise the Lord. He will guide the person, he will guide the child of God according to his will. Who lives according to God's will, God is considering him as a king. He belongs to the royal family. Praise the Lord. And Daniel chapter 2 verses 21. അവർ പറഞ്ഞ ഭാഗം എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ രാജാവ് എന്ന് വിളിക്കുന്നത്, രാജകുടുംബം എന്ന് വിളിക്കുന്ന ഓർപ്പിച്ച് ആ ഭാഗം വിടുവാൻ ആഗ്രഹിക്കുക. Daniel, book of Daniel, chapter 2:21. He changes times and seasons. He disposes kings and raises up others. He disposes and raises the kings. അവൻ രാജാവിനെ, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നു. സ്തോത്രം. Praise the Lord. Hallelujah. See, willingly nobody came to God's presence. We have been chosen. We have been selected. We have been appointed by God. Lord is saying, you are the king. You are going to receive the abundance in blessings. നീ വെറും ഒരു വ്യക്തിയല്ല, നീ രാജ കുടുംബാംഗമാണ്. സ്തോത്രം. അതുകൊണ്ട് നീ ചെറിയ തോതിൽ ചിന്തിക്കരുത്. നീ രാജാവ് ചിന്തിക്കുന്നത് പോലെ രാജ കുടുംബവും ചിന്തിക്കണം. സ്തോത്രം. You belong to the royal family. You think like a royal person. Maybe your parents will say, maybe your relatives, maybe the colleagues who you're working with, they will say, you are a big sinner, but you shall say that, you have to proclaim that, okay, whatever they say, but I belong to the royal family. I am a royal family member. I have been chosen. I have been selected. I have been appointed as a royal family member.
എന്നെ തിരഞ്ഞെടുത്ത് എന്നെ നിയമിച്ചിരിക്കുന്ന ദൈവം എന്നെ രാജാവായി നിയമിച്ചിരിക്കുന്ന സ്തോത്രം. Who is the example? If you ask David, David will say, my parents told that you are good for nothing. You are good for nothing. My relatives and my people who are staying in my places, they call me, you are a shepherd. സ്തോത്രം. മാതാപിതാക്കൾ പറഞ്ഞു, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു, നീ ആരാ, നീ ഒരു ആട്ടിടയനാ. പക്ഷെ ദൈവം പറഞ്ഞു, ഇവൻ ആട്ടിടയനല്ല, ഇവനാണ് രാജാവ്. ദൈവത്തിന് സ്തോത്രം. God told David, you are not a shepherd, you are not good for nothing. I have chosen you to become a king. Stotram. Stotram. Praise the Lord. When he was rejected as family, when he received reproach from the people, he never thought that he will become a king, because he has been chosen and selected and appointed by the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നീ വെറും ആട്ടിടയൻ. നിന്റെ വിദ്യാഭ്യാസം കുറവ്, നിനക്കൊന്നും അറിയില്ല. പക്ഷേ നീ പറയണം, ഞാൻ രാജ കുടുംബാംഗമാണ്, ദൈവം എന്നെ രാജാവായി കാണുന്നു. ദൈവത്തിന് സ്തോത്രം. I am a royal family member. I am a royal family member. God has seen me, chosen me to proclaim the glory of God, because I belong to royal blood. ഞാനൊരു രാജകീയ ആമേൻ വർഗത്തിന്റെ തുടർച്ചയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്ലെയിൻ വീണ്ടും ലാൻഡ് ചെയ്യുന്നവർ ദൈവത്തിന് സ്തോത്രം. Praise the Lord. To receive this abundance, God has selected us a royal family member. രാജകുടുംബമായി എന്നെ സ്വീകരിച്ചു. But God is looking to us to show the personality of a royal family. മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. ഇവിടുത്തെ രാജകുടുംബാംഗം ഇവിടുത്തെ ഒരു ബക്കാലയെ വന്ന് ഒരു ജ്യൂസ് മേടിക്കുമോ? നിങ്ങൾ പറഞ്ഞു. Even I am a royal family member, I have to show the personality of a royal family. രാജകുടുംബത്തിന്റെ വ്യക്തിത്വം എന്നിൽ ഉണ്ടാകണം. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. We cannot see a royal family roaming on the road. We cannot see a royal family over unwanted places. They know that they belong to royal family. They know that how to live a life according to a royal family member. അങ്ങനെയാണെങ്കിൽ ഞാൻ രാജകുടുംബാംഗമാണ്, രാജാതി രാജാവിന്റെ കുടുംബാംഗമാണ്. എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കണം. I want to examine myself. Really, I am revealing the personality of a royal family. ഒരു രാജ കുടുംബാംഗത്തിന്റെ ഗുണങ്ങൾ ഇതിലുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചേ മതിയാകും. സ്തോത്രം. ആ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ you will receive the abundance and blessings. If you have the royal family personality in you, you will receive the abundance and blessings. ദൈവത്തിന് സ്തോത്രം. എന്താണ് what is the personality God is looking in us as a royal family member? ഒരു രാജ കുടുംബാംഗം എന്ന നിലയിൽ ദൈവം നമ്മളെ കാണുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയമായ വ്യക്തിത്വം എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. So just remember this much at least in your mind. You have been chosen. You are not a normal person. You are a royal blood. You belongs to a royal family. You belongs to King of Kings. You belongs to രാജാതി രാജാവിന്റെ കുടുംബാംഗമായ ദൈവത്തിനെ കണ്ടിരിക്കുന്നു. ഇനി നമ്മൾ കാണേണ്ടത് രാജകുടുംബത്തിന്റെ വ്യക്തിത്വമാണ്. The personality of the royal family shall be revealed to the world. We have to study what is the personality of a royal family member. ദൈവത്തിന് സ്തോത്രം. Book of John chapter 6 അതിന്റെ 5 വായിക്കാം, അതിനുശേഷം 9 വായിക്കാം.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസ് നമ്മുടെ ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. 9-ാം വാക്യം. അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 ഇരുത്തപ്പോൾ 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തോടുന്നു. ദൈവത്തിന് സ്തോത്രം. When Jesus looked up and saw a great crowd coming toward him, he said to Philip, "Where shall we buy bread for these people to eat?" Here is a boy with 5 small barley loaves and 2 small fish, but how far will they go among so many? Mark chapter 6, 41-43 വായിച്ചു. മർക്കോസ് 6-ാം അധ്യായം 41 മുതൽ 43 വരെ. 41:6, 41-43. ആ അഞ്ചപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം തുറക്കി അവർക്ക് വിളക്കുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്നു തൃപ്തരായി. കഷ്ണങ്ങളും മീൻമുറുക്കും 12 കുട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാരായി. Taking the 5 loaves and the 2 fish and looking up to heaven, he gave thanks and broke the loaves. Then he gave them to his disciples to distribute to the people. He also divided the 2 fish among them all. They all ate and were satisfied, and the disciples picked up 12 baskets of broken pieces of bread and fish. The number of the men who had eaten was 5,000. Praise the Lord. എത്ര അപ്പം ഉണ്ടായിരുന്നു? How many fish? 2. How many people? 5,000 above. They all ate. And how many baskets? 12 baskets. So this is one example Jesus revealed to me regarding, we can see an abundance here. The starting was very less. The initial was very less. But the end was with abundance. തുടക്കം ചെറിയ രീതിയിലാണെങ്കിലും ഒടുക്കം അനുഗ്രഹ സമൃദ്ധിയില്. So through this young boy, we are going to study what is the personality of a royal family person. ഈ കൊച്ചു ബാലകരിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ആ രാജകീയ വർഗത്തിന്റെ വ്യക്തിത്വം എന്തൊക്കെയാണെന്ന് നമ്മൾ വേഗത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. Praise the Lord. Hallelujah. ഒന്നാമത്തെ കാര്യം, the first thing of the personality of a royal family. എന്താണ് first thing? This young boy was willing to give all what he was having. The young boy was willing to give all what he was having. തനിക്കുള്ളത് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ കൊടുക്കുവാൻ മനസ്സുള്ളവനായിരുന്നു ഈ ബാലകൻ. Praise the Lord. സ്തോത്രം. Give. Very much important. We belongs to whom? Royal family. Who is the king? The King of Kings. We have to show the same personality of the King of Kings. We are studying what is the personality of the royal family. The greatest personality is to give. But I want to tell you, the majority preachings, majority messages is telling you, come to Jesus, you will receive. They will never preach, you will give. Hallelujah. Stop. മനസ്സിലാക്കിക്കോണം ഓരോ പോയിന്റും. യേശുവിൽ വന്നാൽ നീ പ്രാപിക്കും, നീ കൊടുക്കുമെന്ന് പറയുന്നില്ല. When we say about give, immediately your mind will come about money. Who needs money? He needs you. We will not give. He needs your time. He needs your body. He needs you. But a young boy saying that, I am ready to give everything to you.
എല്ലാം തരുവാൻ തയ്യാറാണ്. സ്തോത്രം. Why he is the great personality? John 3:16 എന്ന് വായിച്ച് John 3:16. We can see the real personality of the King of Kings. രാജാവിന്റെ വ്യക്തിത്വം അവിടെ കാണാൻ കഴിയും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നൽകി. For God so loved the world, he gave his one and only son. He gave. എന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകി. സ്തോത്രം. Praise the Lord. The moment you are a royal family. Praise the Lord. Hallelujah. Hallelujah. What all you have ready to give. Jesus has shown you a real model. He gave his life for us to receive the eternal life. തന്റെ ജീവനെ നൽകി എനിക്ക് ജീവൻ നൽകി. സ്തോത്രം. Praise God. Praise God. Teach your children to give others. If you buy a pen or a toy, immediately the parents will say, somebody will come to your house, immediately keep it inside. Don't give to anyone. You are spoiling your children. Let it be damaged. Teach your children to give. കൊടുത്തു പഠിപ്പിക്കുക. Praise God. അവരെ കൊടുത്തു പഠിപ്പിച്ചാൽ നിനക്കും അവർ തരും. സ്തോത്രം. Amen. Amen. I'm telling you, you will not lose anything the moment you start to give. Hallelujah. I will share a small testimony. Oh, glory to God. And the Kamilu Tibo, he is a Sri Lankan Christian. I have never given him any money. One day, but suddenly I was sitting in my office. Somebody is telling me, give him some money. I don't know. Suddenly I wake up, I went to him and small amount, I'm not telling the amount. I gave a small amount. He was totally shocked. He didn't say anything. After 1 week, then he came to me when I was alone. He's telling, I'm a patient who is having some heart-related diseases. I want to buy some medicine that day. I was not having any single money in my pocket. And I was thinking, because you are talking to me very nicely, before evening, I will ask you one amount. വൈകുന്നേരമാകുമ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ള വ്യക്തി പറഞ്ഞു, മരുന്ന് ധരിക്കാൻ പണമില്ലാത്തത് കൊണ്ട് ഒരു പ്രത്യേക ഒരു എമൗണ്ട് നിന്നോട് കടം ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ കിച്ചണിൽ ഇരുന്നുകൊണ്ട് I pray to Jesus, Jesus, I don't have money, what I will do, I will eat, I will take medicine. I just prayed, within 5 minutes, you came to me and gave me the amount which I was thinking. Hallelujah. Very amount, it's not a great amount. And yesterday, again he repeated the testimony and he started crying in front of me. Hallelujah. He's saying, Jesus is alive. I was about to ask Jesus that tomorrow I will pay you back. But Jesus, listen my prayer. Within 5 minutes, you came to my room. Why it happened? Because God knows that this person have a mind to give. Why he is not talking to you? Even if he talk to you, you will not give. Praise the Lord. Amen. Amen. കൊടുക്കുന്നവന് ഏറിടും. സ്തോത്രം. Praise the Lord. Don't expect any thanks from anyone. Don't expect any good words from anyone. Expect that the royal king will be happy when I am doing this. Hallelujah. Because I am doing this because I belong to the royal family. Praise the Lord. I also cried yesterday.
Why? Lord, thank you for using me. Thank you for using me. I was not knowing this was happening then. Hallelujah. ദൈവത്തിന് സ്തോത്രം. നിന്റെ ആവശ്യങ്ങളാണ് ഒരു ദൈവം കൊണ്ട് മറന്നു പോകരുത്. സ്തോത്രം. Everything of God knows about you, what you require, what time He will provide in the right time. Praise God. Hallelujah. ദൈവത്തിന് സ്തോത്രം. He is ready to give. Hallelujah. Mark chapter 12, 41 to 44. How much I have to give? Too much? I don't know how much I have to give. Mark 12, 41 to 44. പിന്നെ യേശു സ്ത്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാര ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവന് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു. How much? 41. But a poor widow came and put in 2 very small copper coins. 2 very small coins. Two very small coins. ദൈവത്തിന് സ്തോത്രം. Hallelujah. It doesn't mean that you are giving the higher value. You are giving with your full heart. ദൈവനാമത്തിന് വേണ്ടി നിന്റെ ഭവനം കൊടുക്കുന്നത്, നിന്റെ വാഹനം കൊടുക്കുന്നത്, നിന്റെ പണം കൊടുക്കുന്നത്, നിന്റെ ദൈവം ആഗ്രഹിക്കും പൂർണ്ണ ഹൃദയത്തോടെ. ആമേൻ. Hallelujah. She gave her full what she was having. ദൈവത്തിന് സ്തോത്രം. പലവർക്ക് പണമല്ല. If you look at Hannah, she told Lord, if you give me a boy, if you give me a child, I will give the child to you. നീ ഒരു കുഞ്ഞിനെ തന്നാൽ അത് യഹോവയ്ക്ക് നൈവേദ്യമായി അർപ്പിക്കും. സ്തോത്രം. At the right time, God gave her a boy, and at the right time, she went to the prophet and told. He told, and the lady was sitting in the presence of God and praying for a child. Today, I am submitting my son for you. I am committing my son for you. നമ്മുടെ മക്കളോ ഒക്കെ പഠിക്കാനോ അല്ലെങ്കിൽ വ്യത്യാസത്തിന് പോകുന്നതിന് നമുക്ക് എന്ത് പറ്റത്തില്ല. We are not able to think about it that tomorrow my child will go for studies, they will be away from us. That itself is creating, we are feeling how I will adjust to that situation, because every time my child is with me. Now we can see a mother who is saying that this young boy Samuel, he will be always with God. Hallelujah. The mind to give. The mind to give. Stop. Hallelujah. കൊടുക്കുവാനുള്ള മനസ്സ്. സ്തോത്രം. നമുക്ക് മനസ്സിലുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. I will give an example that we are not having a mind to give. Somebody is asking you a money, for example, a small amount. We have that money. Immediately we will consult somebody. Shall I give? That means, what is the meaning of that? You don't have the mind to give. Stop. When God is telling, give, you belong to the royal family. Praise the Lord. എപ്പോൾ ദൈവത്തോട് പറയുന്നു, കർത്താവേ എന്നെ തന്നെ നിനക്കായി തരുന്നു, കൂടുതലെല്ലാം നിനക്കായി തരുന്നു, ദൈവത്തിനുള്ളതാ സ്തോത്രം. മൈൻഡ് ടു ഗീവ്. സ്തോത്രം. വിട്ടുകൊടുക്കുവാൻ മനസ്സുള്ളവൻ രാജകുടുംബാംഗമായി നൽകുകയാണ്. സ്തോത്രം. അവരെന്ത് പ്രാപിക്കും? അനുഗ്രഹ സമൃദ്ധി പ്രാപിക്കും.
Those who have a mind to give for God, he or she will receive the abundance in blessings. സ്തോത്രം. ദൈവത്തിന് മഹത്വം. രണ്ടാമതായി, what's the speciality? Why? How? We know that we belong to royal family. We are studying the personality of royal family. The second quality of the young boy, he never compared, he never evaluated him with other person. Stop. Praise the Lord. He can say, Jesus, for the sake is having 200 dirham with him. Let you use that. Check with other 5,000 people. Maybe they have some other things. Please check with them. Why you are coming to me? Let one among this 5,000 do that. Why have you do? He didn't evaluate. 5,000 പേര് ചെയ്യുന്നു. ഫിലിപ്പോസ് 200 ദിനാർ മുടക്കിയെന്നോ അവൻ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമെന്ന് ഇവൻ നോക്കിയില്ല. ഏത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നതാണ് ഫാമിലി. സ്തോത്രം. The royal family, what I have to do. Hallelujah. ദൈവത്തിന് സ്തോത്രം. Praise the Lord. അവരെന്ത് ചെയ്തു? അവരെ ജ്ഞാനത്തിന്. So what I can do, I will do the maximum. സ്തോത്രം. അവൻ ആരോടും കൺസൾട്ട് ചെയ്തില്ല. He didn't consult. He didn't look around. He didn't complain. Why are you coming to me? He's having 200 carry with him. 5,000 people sitting there. See and check them. Maybe they have more loaves or more fish with them. Maybe they have more money with them. Check with them. He didn't say no any argument. ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഭർത്താവ് ബൈബിൾ വായിച്ചോ എന്ന് ഭാര്യ നോക്കരുത്. ഭാര്യ ബൈബിൾ വായിച്ചത് ഭർത്താവ് നോക്കരുത്. മക്കൾ വായിച്ചത് നോക്കണം. ആമേൻ. ആര് വായിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വായിക്കും. ആര് പ്രസംഗിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. ആര് വേറെ ഇല്ലെങ്കിലും ഞാൻ I am living for the best. Hallelujah. ദൈവത്തിന് സ്തോത്രം. Hallelujah. 1 Corinthians 9:16 നോയിച്ചേ. 1 Corinthians 9:16. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. Praise the Lord. Paul is saying, the necessity is laid upon me. I'm not looking to Peter. I'm not looking to John or Jacob. I'm not looking to any other apostle. I know that the necessity is laid upon me. I have to do it. And he is preaching to himself. പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങി. നീയാണ് വിളിക്കപ്പെട്ടവൻ, നീയാണ് രാജകുടും, നീയാണ് ചെയ്യേണ്ടത്, നീ മാത്രമാണ് ചെയ്യേണ്ടത്. സ്തോത്രം. You have to preach to yourself. I belong to the royal family. I have to do. സ്തോത്രം. സ്തോത്രം. Praise the Lord. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? സ്തോത്രം. ചെറിയ കാര്യം പോലും മീറ്റിംഗ് കഴിഞ്ഞു, ഈ ചെയർ എടുത്തു വെക്കണം. There will be special people only for that. Others, they will not think. One chair you lift, there will be blessing in it. That you are part of that. Amen. എടുക്കാൻ വേണ്ടി പറയില്ല, നമ്മുടെ മനോഭാവമാണ്. നമ്മുടെ മനോഭാവമാണ്. I want to do. I am least further whether that brother is doing, sister is doing. I am not looking that. I want to do because I belong to royal family. Hallelujah. ദൈവത്തിന് സ്തോത്രം. Amen. Jesus was crucified in the midst of two criminals. രണ്ട് കള്ളന്മാർ നടുവിൽ ക്രൂശിച്ചു. The one criminal, he was saying, see, he was preaching, he was a savior. See his faith.
But other criminal told, we are here because of our sins. But he is here not because of his sins. Praise the Lord. Why he received the salvation? Why he received the salvation? Stotram. Amen. The first thing is, he didn't claim that I am good like Jesus. യേശുവിനെ പോലെ ഞാൻ നല്ലവനാണെന്ന് കള്ളൻ പറഞ്ഞില്ല. Praise the Lord. Hallelujah. Stotram. He didn't claim that like the other criminal. Stotram. I am no more a sinner. Praise God. He declared, I am a sinner. I am eligible for the cross. Amen. Amen. He didn't see how the other criminal responded. He didn't see how the soldiers are responding. He didn't see how the others are responding. He said, respond in a specific manner. Even at the end of my life, I realize what? I belong to royal family. മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുക. എങ്ങനെ അറിയാം? 21 വായിച്ചേ. What is calling Jesus? Luke 23. 33:40. Then he said, Jesus, remember me when you come into your kingdom. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ രാജാവേ ആരാ വിളിച്ചത്? യേശുവേ എന്നല്ല വിളിച്ചത്, രക്ഷക എന്നല്ല വിളിച്ചത്, ആമേശ്വര പ്രവാചകൻ എന്നല്ല വിളിച്ചത്. അവന് മനസ്സിലായി ഞാൻ രാജ കുടുംബമാണ്. അതുകൊണ്ട് അവൻ വിളിച്ചു, രാജാവ് എന്നെ ഓർക്കണമേ. Praise God. Hallelujah. When you remember that you belong to royal family, you will never evaluate your life with others' life. You will never compare your spiritual life with others' life. You will never take a decision in your spiritual life comparing with others. Hallelujah. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. Remember me. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Hallelujah. സ്തോത്രം. മൂന്നാമതായി ഒരുപാട് പറഞ്ഞ് അവസാനിപ്പിക്കാം. The third thing, the third personality God wants to see in a royal family. The third personality is he never compromised in his decision, seeing the impossibilities. Hallelujah. അസാധ്യങ്ങളെന്ന് കണ്ടുകൊണ്ട് അവന്റെ തീരുമാനത്തിൽ നിന്ന് അവൻ പുറകോട്ട് പോയില്ല. Just imagine 5 loaves and 2 fish. How he can think that this can be utilized for 5,000 people and more, or maybe 10,000 people, maybe 5,000 men were there, into 2 at least. How might this small amount can be utilized for 10,000 people based on the mathematics and science? It was impossible. But he didn't compromise in his decision to give to Jesus, seeing the impossibilities. Stotram. How do you overcome that? ശ്രദ്ധിക്കണം. 5 breads and 2 fish. In my hands, it is impossible. 5 breads and 2 fish in Jesus' hands, it is possible. Hallelujah. ഭയങ്കര ദൂത കേട്ടോ, ഭയങ്കര ദൂത ഇത്. ആമേൻ. നിന്റെ കൈകളിൽ അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ എന്റെ ദൈവത്തിന് സാധ്യമാ. സ്തോത്രം. ആമേൻ. Don't hold your bread. Don't hold your fish. Give to Jesus. Give to Jesus. Praise the Lord. In your hands, impossible. In God's hand, it is possible.
Praise the Lord. See, just look at here. The boy lifted his hands and gave to Jesus. What Jesus did? He took that bread and fish and he lifted his hands to where? Heaven. Praise God. Praise God. Praise God. When you say everything is possible, God will start doing his miracles. നീ എപ്പോൾ എനിക്കിത് അസാധ്യമൊന്നുമല്ല, എന്റെ ദൈവത്താൽ സാധ്യമെന്ന് നീ എപ്പോൾ പറയുന്നുവോ, അപ്പോൾ മുതൽ ഭൂമിയിൽ നിന്ന് ഈ വിഷയം സ്വർഗത്തിൽ ചെല്ലും. ഹല്ലേലൂയ. When you say it is not possible, the message will never reach heaven. ഇതൊരിക്കലും സംഭവിക്കില്ല നീ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പ്രശ്നം നിന്റെ കയ്യിലിരിക്കും, അത് സ്വർഗത്തിൽ ചെല്ലത്തില്ല. But you tell now, it is possible, it will reach heaven, and you will see the abundance and blessings. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശൂന്യമായ ഇടങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തോട് പറയുക, ഈ ആലയം നിറയും, അത് സാധ്യമാ. ഈ പ്രാർത്ഥന ഇന്ന് പകൽ മേലിലേക്ക് ഉയരുന്ന സ്തോത്രം. 5 2 ഉണ്ടല്ലോ, നിറയാൻ പോകുക. സ്തോത്രം, സ്തോത്രം. Don't hold yourself. Say it's possible. Say it's possible. Look at the impossible and say it is possible. In my God hand it is possible. ദൈവത്തിന്റെ കരങ്ങളിൽ അത് സാധ്യമാണ്. It is possible. Hallelujah. Hallelujah. Moses told, wait the Red Sea. It is possible. Hallelujah. We ask Joshua, he will say, the wall of Jericho, it is possible. Amen. Amen. Hallelujah. If you ask David, the enemy Goliath, possible. Possible. How it made possible? In the name of God. Hallelujah. The matters they given to God's hand. Amen. 3 personality, 3 personality. The mind to commit to God. ദൈവത്തിനായി വിട്ടുകൊടുക്കാനുള്ള മനസ്സുള്ളവളായി മാറുക. നീ അല്പം പോലും പിടിച്ചു വെക്കരുത്, പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, ആമേൻ, what I can do for God. Think about it and do it. എനിക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയുമോ? അത് ഞാൻ ചെയ്യും. ചിന്തിക്കും, അത് ഞാൻ ചെയ്യും. മൂന്നാമതായി പറഞ്ഞു, no more impossibilities in my life. No more impossibilities. I proclaim the testimony. The problem in my hand, it is impossible. The problem in God's hand, it is possible. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. Last week, God revealed to me, I told that as a family, we were called to do the gospel. We started moving backward, and everything was getting collapsed. We were not feeling that cold in our spiritual life, but my father was looking to me. Last week, by the grace of God, 34 buildings, we started walking, not in the vehicle. We started walking through the streets in the midst of the hot air, and God gave the grace to pray for 34 buildings. We glorify God's name because nothing is impossible. Amen. Why we are praying to say the Lord, the people staying inside the flats, it is impossible for us. When we pray to God, the souls will reach the hands of God and they will be delivered, and we will see the abundance of blessings. ഒരു സമൃദ്ധി ദൈവസഭയ്ക്ക് തരാൻ പോവുക. എനിക്കും നിനക്കും കഴിയത്തില്ല, പക്ഷേ പ്രാർത്ഥനയിലൂടെ നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, ഈ ബാലകൻ യേശുവിനെ കൊടുത്തതുപോലെ കൊടുക്കുമ്പോൾ യേശു അത് ഉയരത്തിലേക്ക് ഉയർത്തും. അത് വലിയ സമൃദ്ധിയായി ഭൂമിയിൽ വെളിപ്പെടും. ആമേൻ.
Amen. Hallelujah. Everything is possible. Amen. You are a king. You belongs to royal family. You will receive the abundance in blessing. രാജ കുടുംബാംഗമേ, നിന്നോട് ദൈവം ദൂത് പറയുക. ആമേൻ. നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആമേൻ, എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യുമെന്നുള്ള തീരുമാനത്തോടുകൂടെ ആമേൻ, സ്തോത്രം കർത്താവേ, ഒന്നും എനിക്ക് അസാധ്യമല്ല, ദൈവത്താൽ സാധ്യമെന്ന വിശ്വാസത്തോടുകൂടെ മുന്നേറുമെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിന്നെ അനുഗ്രഹത്തിലല്ല അനുഗ്രഹ സമൃദ്ധിയിലേക്ക് നയിക്കാൻ പോവുകയാണ്. Not only in blessings, abundance in blessings. എന്ന് പ്രാർത്ഥനയ്ക്കാണ്. Hallelujah. Hallelujah.